ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളക്കടല വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതേപോലെ തന്നെ 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ സൈസിലുള്ള സവാള അരിഞ്ഞതും ചേർത്ത് ലൈറ്റ് ഗോൾഡ് കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. ഒരു ലൈറ്റ് ഗോൾഡ് കളറാക്കി എടുക്കണം. സവാള ഇവിടെ നല്ലപോലെ ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നീളത്തിൽ അരിഞ്ഞ പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും കൂടി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ്. അപ്പോൾ രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരും. അതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ തീ മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. അതും 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, അത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുന്ന സമയം തീ വളരെ ചെറുതാക്കി വെച്ചു കൊടുക്കണം. അല്ല എങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് കടല എടുത്ത് 8 മണിക്കൂർ ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു. 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ കടല ചേർത്ത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി മിക്സാക്കി കഴിഞ്ഞാൽ ഈ കടലയും മസാലയും നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ തീയിൽ 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് മസാല എല്ലാം നന്നായിട്ട് കടലിലേക്ക് പിടിക്കും. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മുമ്പേ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ പരുവത്തിൽ കടലക്കറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ മുളക് കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫാക്കാം. ഇനി മല്ലിയിലയോ കറിവേപ്പിലയോ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ചേർത്ത് ഉപയോഗിക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. കുക്കിംഗ് പഠിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറേ റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.